വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അമ്പഴങ്ങ അച്ചാറാണ്. അപ്പോൾ അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു കായപ്പൊടിയും ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അങ്ങനെയൊക്കെ ഉള്ള അളവിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വിനാഗറാണ്. വിനാഗർ ഏകദേശം ഒരു 1/2 കപ്പ് ഒക്കെ ഉള്ള വിനാഗർ ഉണ്ട്. ആ വിനാഗർ നമ്മളൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു വിനാഗറിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി കടുകാണ്. കടുക് നമ്മൾ പരിപ്പെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 3 ടീസ്പൂണോളം കടുക് നമ്മൾ പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കോർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ അമ്പഴങ്ങ, ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നല്ല അമ്പഴങ്ങയാണ്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള അമ്പഴങ്ങയാണ്. ഈ അമ്പഴങ്ങ മരത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള കുറച്ച് അമ്പഴങ്ങ എത്രയാണെന്ന് വെച്ചെടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറേ നാൾക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. ഇനി നമ്മുടെ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് അതല്ലെങ്കിൽ പിന്നെ ഒരു 3/4 ബൗള് എണ്ണയാണ്. ഇത് എള്ളെണ്ണ അഥവാ നല്ലെണ്ണ എന്ന് പറയുന്ന എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് മുളക് നമ്മൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ കൂടുതലായിട്ടും വരുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിങ്ങനെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഒരു നാടനായിട്ടുള്ള അച്ചാറല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അത്രയ്ക്കും ടേസ്റ്റോടു കൂടി കുറേ നാൾ കേടാവാതിരിക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഒരു പിടി എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ആ ഇഞ്ചിയും നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മളെടുത്ത് വെച്ചത് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെടുത്ത ഇഞ്ചി ഇതുപോലെ അരിഞ്ഞ് ചെറിയൊരു പാകം ആവുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ വെളുത്തുള്ളി എടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ച ആ ഇഞ്ചി നമ്മൾ വറുത്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മൾ വറുത്തെടുത്ത പോലെ തന്നെ നമ്മൾ മുളകും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പച്ചയാണെങ്കിൽ മാത്രമേ മുളക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഞാൻ ഒരു പാൻ വേറെ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ എടുത്ത് വെച്ചത്. ഇനി ഈ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആ മുളക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടി കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. മുളക് നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. ഇനി കടുക് പരിപ്പ് നമ്മൾ എടുത്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ച മുളക് നമ്മൾ ആ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കായപ്പൊടിയും ഉലുവപ്പൊടിയും നമ്മൾ പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് നമ്മൾ ചെയ്ത് കൊടുത്തത് നമ്മൾ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലിട്ട് ശരിയാക്കി കൊടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിലിട്ട് വെച്ച അമ്പഴങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുതൽ വേണ്ട, പക്ഷേ കുറച്ചും കൂടി നല്ല ഉപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച ആ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്കിത് എല്ലാതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം.